എന്നൊരു പിടിയുടെ റെസിപ്പി ആയാലോ? എന്താ പിടി കറുത്തിരിക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ടോ? റാഗി വെച്ചിട്ടാണ് ഇന്നത്തെ പിടിയുടെ റെസിപ്പി. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. തിളച്ച് വരുമ്പോൾ 2.5 കപ്പ് റാഗിയാണ് ചേർക്കുന്നത്. കുറച്ചായി ചേർത്ത് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാനായിട്ട്. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ യോജിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം നല്ലപോലെ കുഴച്ചൊരു ചപ്പാത്തി മാവ് കണക്കായിട്ട് കുഞ്ഞു ബോൾസ്, പിടിയുടെ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടി കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കി കുഞ്ഞു ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുകയാണ്. കുഞ്ഞു ബോൾസ് ആകുമ്പോൾ കുറച്ച് സമയം മതി വേവാനായിട്ട്. വലിയ ബോൾസ് ആകുമ്പോൾ വേവാനായിട്ട് ടൈം എടുക്കും. അതിനുശേഷം ഒരു മിക്സിയിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയതും, ഒരു 6 ഉള്ളിയും, 1 ടീസ്പൂൺ നല്ല ജീരകവും, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം, അതിനകത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അരച്ചു വെച്ച തേങ്ങ ചേർത്ത് വരുമ്പോൾ റാഗി ബോൾസ് ഇട്ട് തിളപ്പിക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ച് വേവിക്കുക. അടി പിടിക്കാൻ നോക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുക. വെന്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ചേർക്കാറുണ്ട്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. തേങ്ങ കൊത്തും ചേർത്ത് മുരിഞ്ഞു വരുമ്പോൾ ഉള്ളിയും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ മുരിച്ചെടുത്തതിന് ശേഷം റാഗി പിടിയുടെ മുകളിലിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ കഴിക്കാം. ചിക്കൻ കറി, വെജിറ്റേറിയൻസിന് കടലക്കറിയോ സോയാ ചങ്ക്സ് കറിയോ ഹെൽത്തിയാണ്, അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാം.